വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, കാലുകൾ ചവച്ചരച്ച ചണ്ടികളെ പോലെ അവരെ ആക്കി തീർത്തു എന്ന്. ഇത് ആരെ കുറിച്ചിട്ടാണ് അള്ളാഹു പറയുന്നത് എന്ന് പറയുമ്പോൾ, ശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി 60,000-ഓളം വരുന്ന സംഘവും 12ഓളം വരുന്ന ആനകളുമായി അബ്രഹത്തി എന്ന് പറയുന്ന യമനിലെ ചക്രവർത്തി ശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബീൽ പക്ഷികളെ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയ ഒരു കഥയാണ് വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്നത്. ആ വർഷത്തിന് ആനക്കലഹ വർഷമെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ ഭൂജാതനാകുന്നതിന് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അന്ന് യമനിലെ അബ്രഹത്ത് എന്ന് പറയുന്ന ക്രിസ്തീയ പുരോഹിതൻ അല്ലെങ്കിൽ ക്രിസ്തീയ മനുഷ്യനൊന്ന് അവിടെ ഒരു ദേവാലയം പണിയുകയും അതിനെ ആരോ മലിനമാക്കുകയും ചെയ്തതിൻ്റെ സന്ദർഭത്തിലായിരുന്നു കഅബാലയം തകർക്കുക എന്ന ലക്ഷ്യവുമായിട്ട് അബ്രഹത്തും സൈന്യവും കടന്നു വരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ അസാധാരണമായ സൈന്യം അവരെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു.